ഡിസ വ്ളോഗ്സ്. എത്ര നാളായി ഇവിടുന്ന് നമ്മള് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എത്ര നാളായി നമ്മളിവിടുന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? വ്ളോഗ് ഒരു മാസം സമയമില്ലാത്തോണ്ടാ. എന്നിട്ട് അമ്മിച്ച് എന്തിട്ട് ചെയ്തോണ്ടിരിക്കണേ? എന്നിട്ട് ചെയ്തേ കാണിച്ച് നോക്കട്ടെ. കാണിക്ക് നോക്കട്ടെ. ഇറച്ചി പോത്തിറച്ചി മാത്രം ഉണ്ടാവുള്ളൂ. എന്റെ പോർക്കിറച്ചി അതൊക്കെ ഉണ്ടാവില്ലേ? ആ എന്തിട്ട് മണ്ടക്കാരിയത്. എന്തിട്ട് കറിയത് കാണിച്ചേ. എന്തിനാ വെണ്ടയ്ക്ക ആർക്ക് വേണ്ടി വെണ്ടയ്ക്ക ഉണ്ടാക്കിയണേ? എവിടെ എവിടെ കാണിച്ചേ? ഇതാണ് വേറെ പേര് പാറാടല്ല പാമ്പാട. അമ്മിച്ചി റെഡിയാവ്. എങ്ങടെ പോട്ടേന്ന് അറിയോ? നമ്മള് കൊറേ നാളെ ഇവിടുന്ന് നമ്മുടെ വീഡിയോ തുടങ്ങിയിട്ട് കൊറേ നാളെ മറ്റേ ലെങ്തി വ്ളോഗ് ഇട്ടിട്ട് തന്നെ കൊറേ നാളായി. ഷോർട്സ് നമ്മൾ ഇടാറുണ്ട്. ഷോർട്സ് ആവുമ്പോ നമ്മള് പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്തിടാം. പക്ഷെ ലെങ്തി വ്ളോഗ് സമയം വേണം. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ കാരണം കൊണ്ട് നമ്മള് നല്ല ഫ്രീ ആയിട്ടിരിക്കണ സമയം. ഇത് ഈ ഡ്രസ് ഏതാ ഓൺലൈനിൽ മേടിച്ച ഡ്രസ്സാണോ? ലിങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മള് നമ്മുടെ സ്ഥലത്തിന്റെ അവിടേക്ക് പോവാം. വീട് പണിയിൽ അങ്ങോട്ട് പോവാം. മഴ വരും. നീ ചെരുപ്പോട്ടെ. വലിയ ചെക്കനായി ഇപ്പൊ എന്റെ കിட்ட നിക്കണേ. ഇന്ന് മഴയുണ്ട്, വെയിലുണ്ട് അല്ലേ? ചാലക്കുടി പാലം. അതെ, ചാലക്കുടി പാലം അടച്ചിട്ടേക്കായിരുന്നു. കുറച്ചു നാൾ അടച്ചിട്ടേക്കായിരുന്നു. അതെ, ഇപ്പൊ തുറന്നു. പുഴയിലൊക്കെ വെള്ളം കുറവാ. നമ്മളെ ചാലക്കുടി എത്തിയിട്ടാ. ഇനിയിപ്പൊ നമ്മളെ വീട്ടിലെത്തി. ഇന്ന് നമ്മള് പോണേന്റെ കാര്യം ഇതാണ്. നമുക്ക് അവിടെ കുറച്ച് 2 ചേട്ടന്മാര് വരുന്നുണ്ട്. അതെ, അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോവാ. 2 ദിവസം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ തൃശ്ശൂരായിരുന്നു. അപ്പൊ ഇന്നാണ് നമുക്ക് ഒഴിവ് കിട്ടിയത്. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകും. വീട് കാണുമ്പോൾ ശരിക്കും കണ്ടുകൊണ്ടു കൊറേ ഡ്രാസ്റ്റിക് ചേഞ്ചസ്. പിന്നെ വീഡിയോസുകൾ കണ്ടതിന്റെ പേരിൽ എങ്ങനെയാന്ന് അറിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കൊറേ ചേഞ്ചസുകൾ വീഡിയോസ് കണ്ടിട്ടോന്ന് അറിയില്ലല്ലേ? വീഡിയോസ് കാണാറുണ്ട്. വീഡിയോസ് കണ്ട് അതന്നെ നേരിട്ട് കാണുമ്പോ. പക്ഷെ വീഡിയോയില് പകുതി കാണിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇനിയും വരാൻ പോണേ ഉള്ളൂ വീഡിയോസ്. അപ്പൊ നമുക്കിനി ബാക്കിയുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. ഇവിടെ മതിൽ ഈ സൈഡ് കെട്ടി. ഇത് കണ്ടിരുന്നില്ല. ഇല്ല ഇത്ര തന്നെ ഉള്ളൂ. സ്ഥലമൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അതെ, ഫ്രണ്ടിലത്തെ നോക്കിയാ മിച്ചി. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ആ മുകളില് കിടക്കണ പോലെ ഇവിടെ ഇടാനുണ്ട്. അവിടെ ടൈൽസ് ഇടാനുണ്ട്. ടൈൽസ് ഇട്ടിട്ടില്ല. അതാണ്. അല്ല മൊത്തത്തിലിടും. അത് ടൈൽസ് മൊത്തം ഇടും. അത് മൊത്തം ഇടും. ആ അത് മൊത്തം ഇടും. അതെ, നമ്മളുടെ വീട് ഉള്ളിലേക്ക് കിടക്കാണ്. ഹസ് ബേബി എന്താ അവിടെ? സാധനങ്ങൾ വരുമ്പോ കുറയും. ദേ ഇവിടെ നമ്മളുടെ ഇന്റീരിയലിന്റെ വർക്കിന്റെ സാധനങ്ങളൊക്കെ കൂടെ എത്തി. ഇതവിടെ കിടക്കണു. ഏത് ഹസ് ബേബി എന്നാണ്ട് കേട്ടാ. ഇവിടെ ആയിരിക്കും രൂപം വരാം. സ്റ്റിക്കർ ഒട്ടിച്ചേക്കണത് രൂപം ഇങ്ങനെ ആയിരിക്കും. ഇതിൽ കാണുന്ന പോലെ ആയിരിക്കും. സ്റ്റിക്കർ ഒട്ടിച്ചേക്കണത് അവിടെ പണികൾ നടക്കണ സ്ഥലങ്ങളുണ്ടല്ലോ, അവരൊക്കെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചേക്കണം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വെച്ചേക്കണതാ. കുറെ വ്യത്യാസങ്ങൾ വന്നോ? എങ്ങനെയുണ്ട്? അടിപൊളിയായ? ഇല്ല, അവിടെ വെച്ചപ്പോ അളവിനെന്തോ തെറ്റി. മേളിലതേ അവിടെ ഗ്ലാസ് വെച്ചു. തുടക്കണമെങ്കിൽ അമ്മച്ചി എന്തെങ്കിലും വെച്ചിട്ട് തുടക്കണം.
ഇതേള് തുറക്കാൻ പറ്റുമോ? ഇതൊന്നും തുറക്കാം. ഇത് ഫിക്സഡ് ഗ്ലാസ്സാ. ഇത് ഫിക്സഡ്, അത് ഫിക്സഡ്. അത് തുറക്കാൻ പറ്റും. ആ ഗ്ലാസ് തുറക്കാൻ പറ്റും. അത് ഫിക്സഡ് ആണ്. ആ നോക്കി എങ്ങനെയുണ്ട്? സൂപ്പർ. ആ തള്ളിയാ മതി. ഏതിലടിച്ച്? ആ മോളല്ലടിച്ച്. പക്ഷെ അത് ആ കളറായിരുന്നു അല്ലേ? ഇവിടെ സെന്ററിൽ ടി വി, ഇവിടെ ലഡ്ജ്, എൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ. ആ ഫോട്ടോയിൽ കാണുന്ന പോലെ അമ്മച്ചി കണ്ട. പക്ഷെ ആ കളർ അതായിരുന്നു അല്ലേ? ഇതേ അടിപൊളിയായിരുന്നു. ഒരു ദിവസം കൊണ്ട് തുടങ്ങണ്ട, 2 ദിവസം കൊണ്ട് പതുക്കനെ പതുക്കനെ ചെയ്താൽ മതി. ആ അങ്ങനെ പതുക്കനെ പതുക്കനെ ചെയ്താൽ മതി. ആ ഒറ്റടിക്ക് ചെയ്യണ്ട. ബേബി പിന്നെ ഇവിടെ ഉണ്ടല്ലോ വേറൊരു കാര്യം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈറ്റ് ഒന്നും ഇടാണ്ട് ഫോണിൽ തന്നെ നമുക്ക് ഇത്രയും വെളിച്ചം കിട്ടുന്നുണ്ട്. അതുമല്ലേ അവിടെ അല്ല, അവിടെ കിട്ടില്ല. പക്ഷെ ഈ ഏരിയയിൽ സ്ലൈഡ് ചെയ്യും. ബേബിക്ക് വേറെ സുഖമായിട്ട് തള്ളി മാറ്റാലോ അല്ലേ? സിമ്പിളാണ്. ആ ഇതാണ് ഷട്ടർ അല്ലേ? ആ കിച്ചണിന്റെ ഈ ഏരിയയിലത്തെ പണി മൊത്തം കഴിഞ്ഞല്ലോ ഇന്റീരിയലിന്റെ. ആ ഇത് ഷട്ടർ അമിച്ച് വെറുതെ താഴ്ത്താ പൊന്തിക്കാത്രേ ഉള്ളൂ. ഇവിടെ ആയിരിക്കും ഫ്രിഡ്ജ് വരാ. ആ ഏരിയയില് ഫ്രിഡ്ജ് വരും. ഏതടയ്ക്കാനുള്ളത്? ഫ്രിഡ്ജിന് ഡോറില്ല. ആ അതന്നെ. ഫ്രിഡ്ജിന്റെ മുകളിൽ ഇവിടെ എന്തിട്ട് സാധനം അവിടെ എന്തിട്ട് വെക്കാനാണോ? എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനാണോ? ചെറിയ എന്തെങ്കിലും ഡെക്കർ ഐറ്റംസ് വെക്കാനായിട്ട് അതിലൊക്കെ ഡോറ് വരും. ഇവിടെയൊക്കെ മുകളിലും ഡോറ് വരും. ആ ഇവിടെ അതെ നമ്മുടെ കിച്ചണിന്റെ ടൈൽസിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ ടൈൽസൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് ടൈൽസാ. ഇവിടെയാണ് അടുപ്പ് വരാ. അതാണ് വാഷ് ബേസും വരാ. അങ്ങനെ അതേ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അതേ വാളിൽ ഒട്ടിച്ചൂലോ. അതേ ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പോഴാ കണ്ടേ. എവിടെ? ആ ഈ ഇതിന്റെ ഉള്ളിലാവാൻ കൊള്ളോ? ആ അപ്പൊ ഈ കള്ളിയോ? ഇവിടെയോ? ഇതൊക്കെ ഫ്രീ ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ ആളുകള് ഹൗസ് വാമിങ്ങിനൊക്കെ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കൊണ്ടുവരാം. ഞാൻ വെറുതെ പറഞ്ഞാട്ടാ. അത് പൂട്ടിയിട്ടാക്കാം. അതങ്ങനെ നല്ല നിർത്താ. ഇതിപ്പോ അടച്ചിട്ടേക്കണത് ആരങ്ങടെ ഇങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ചും മണ്ണും ചെളിയാവും. അപ്പൊ അത് കാരണം ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടേക്കണതാ. നമ്മുടെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡോറ് വരണത്. ഇവിടെ ആയിരിക്കും നമ്മുടെ ഡൈനിങ് ടേബിൾ വരണത്. ആ ഇതൊരു വേറൊരു സാധനമാണ് ഇവിടെ വരണത്. കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ചും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ് എവിടെ കഴിയും കുഴപ്പമില്ല. എന്നിട്ട് റൂട്ട് ചെയ്ത് പഞ്ച് ചെയ്ത് ആ ഈ ഇലക്ട്രീഷ്യൻ്റെ സാധനങ്ങളാണോ? ഞാനത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പണി ചെയ്യണത്. അതേപോലെ തന്നെ ആള് ചെയ്ത് വെച്ചേക്കണ അല്ലേ? കരകുരാന്നൊന്നില്ല അല്ലേ? അടിപൊളി. അത് കലക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയില് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ ലേബേഴ്സൊന്നും അത്ര പെർഫെക്ഷൻ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. സ്കിൽഡ് ആളുകളായിരിക്കും ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഹി ഡിഡ് വെരി വെൽ ജോബ് അല്ലേ? അത് ഞാൻ ആ ചേട്ടനോട് പറയുകയും ചെയ്തു. അടിപൊളിയുണ്ട് ചേട്ടാന്ന്. നല്ല അഭിപ്രായമാണ്. ഇതാണ് നമ്മുടെ റൂം. മോന്റെ റൂമാ? മോന്റെ റൂം അത്? ആ മോളിലെ റൂം നമ്മുടെ നമ്മുടെ കബോർഡിന്റെ ഹസിബേബിയാ വീഴും അങ്ങോട്ട്. നമ്മുടെ കബോർഡിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞു അല്ലേ? ഈ റൂമില് ഏറ്റവും കൂടുതൽ വെളിച്ചം ഇവിടെ ഡൈനിങ്ങില് പിന്നെ ലിവിങ്ങില്. ആ 2 സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വെളിച്ചം ഉണ്ടാവാം. ഇവിടെ ഈ കിച്ചണിന്റെ
വരും. ഷീറ്റ് വരില്ലേ പുറത്ത്? അവിടെ ഉണ്ട്. ഇതാണതേ, ഇവിടെ നമ്മള് ഗ്ലാസ് വെച്ചോട്ടാ. മോളിലും നമ്മളിത് ആകെ നിറച്ചും കടലാസും സാധനങ്ങളൊക്കെയാ. കുറെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വെച്ചു. ഇവിടെ തേക്കാൻ പറഞ്ഞിട്ടില്ലേ നീ? റൂമാന്നറിയോ? ഹസി ബേബിക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങള്. നമ്മളുണ്ടല്ലോ ഈ റൂമില് ഹസി ബേബിക്ക് ഒരു സർപ്രൈസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളുണ്ടല്ലോ ഈ റൂമില് ഹസി ബേബിക്ക് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, റോബോട്ടല്ല, വേറെ സർപ്രൈസാ. നമ്മളിവിടെ ഒരു സാധനം വരും മോനെ. നിനക്ക് ഇഷ്ടമുള്ള ഒരാളാ. ആരായിരിക്കും? നിനക്കതിനത് മനസ്സിലായേ? ഇത് നോക്കുമ്പോ ശരിക്കും കാണാൻ പറ്റും. ഈ ഗ്ലാസ് ഉണ്ടോ ഞാൻ പറഞ്ഞ നേരത്തെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ആ ഗ്ലാസിന്റെ അളവ് ശരിയായില്ല. പക്ഷെ ഈ ഗ്ലാസ് വെച്ചു. ഇത് ഇവിടെ ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകളിൽ താഴെ അളവ് ശരിയായില്ല. അതെന്തോ ലേസറിന്റെ ഇതും വെച്ചിട്ടില്ല. നമ്മുടെ അതിന്റെ ഫ്രണ്ടിലത്തെ ഇതിനകത്തും വെച്ചിട്ടില്ല. അവിടെ വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോ നല്ല രസമുണ്ടോ ഹസ് ബേബി? താഴത്തേക്ക് നോക്കുമ്പോ നമുക്ക് ലിവിങ് ഏരിയ ഇങ്ങനെ കാണാൻ പറ്റും. അമ്മിച്ചി എവിടെയാ ഇരിക്കണം? അമ്മിച്ചി പിന്നെ നമുക്ക് തോന്നണ എന്നെ പറയണു. ചിലപ്പോ കാണുന്നവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മള് വീടിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ കുറെ ആൾക്കാര് പറയണ്ടായിരുന്നു, ഇതെന്തിന്റെ പള്ളി, വീട് കാണാൻ ഒരു മെനയില്ല, ഒരു ഭംഗിയില്ല. ഓക്കെ, ആയിക്കോട്ടെ. അത് നിങ്ങളുടെ ആംഗിൾ ഓഫ് വ്യൂലാണ്. നമ്മളുടെ ആംഗിൾ ഓഫ് വ്യൂല് ഇറ്റ്സ് പെർഫെക്റ്റ്. നമ്മളിത് അധ്വാനിച്ച ആഗ്രഹം കൊണ്ട് പണിയണതാണ്. അപ്പോൾ ഇത് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് പറ്റില്ലല്ലോ. പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾ പറഞ്ഞ് അവരുടെ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ നമ്മുടെ പൈസക്ക് ചെയ്യണതല്ലേ, അത് വേറെ തീർത്തില്ല. ഉണ്ടാവുമായിരിക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് വീട് പണിയണതാണ്. പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇല്ലാന്നൊന്നും പറയണമെന്നില്ല. അപ്പോൾ മേ ബി സംഭവിക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ്റെ പണിയാണ്. വാലടയ്ക്കുമ്പോ പോവാന്നാ? എന്താ ഇത്രയ്ക്കും ഭംഗിയാവുന്ന പ്രതീക്ഷിച്ചിരുന്നോ? അല്ലാന്ന് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഇത്രയ്ക്കും ഭംഗി വിചാരിച്ച? വീഡിയോസില് വീഡിയോയില് കാണുന്നതാണ് ഇതില് കാണുന്നതാണ് ഭംഗി. പോവല്ലേ? വാ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മള് വരണ വഴിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാം അല്ലേ? അതെ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല ദാഹിച്ചു. നല്ല വെയിലൊക്കെ അതിന്റെ പേരിലേ, ചൂടായതിന്റെ പേരിൽ നല്ലതാണ്. അപ്പൊ വെള്ളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയ സ്നാക്സ്, ഇത് പരിപ്പ് വട, കട്ട്ലേറ്റ്, ഹസ് ബേബിക്ക് കട്ട്ലേറ്റ്, മുട്ട, ഇത്ര സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. വെള്ളം ഞാൻ അമ്മച്ചിക്ക് വെള്ളം സർബത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, 2 പറഞ്ഞിട്ടുള്ളൂ. അമ്മച്ചിക്ക് മധുരത്തിന്റെ പ്രശ്നമുള്ളതിന്റെ പേരിൽ 1 ഗ്ലാസ് വെള്ളം പറയും. അപ്പോൾ ഗൈസ് അത്രയ്ക്കേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വീടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ ഗൈസ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.